ദൈവജനം പുതിയ സ്ഥലത്തേക്കുള്ള പ്രയാണം തുടർന്നു. കൈവശമുള്ള ആഹാര സാധനങ്ങൾ കുറേശ്ശെ പാചകം ചെയ്ത് കഴിച്ചാണ് അവർ യാത്ര ചെയ്തത്. എങ്കിലും അവസാനം ആഹാരപദാർത്ഥങ്ങൾ തീർന്നു തുടങ്ങി. ഇനി നാം എന്തു ചെയ്യും? അവർ അന്യോന്യം പറഞ്ഞു. ഭക്ഷണം വാങ്ങാൻ കടകളുമില്ല. 1-2 ദിവസത്തേക്കുള്ള ആഹാരം മാത്രമേ ഉള്ളൂ. മോശെ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. നമുക്ക് വഴി കാണിക്കാൻ മേഘത്തെ നൽകിയവനാണ് ദൈവം. കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ വഴിയൊരുക്കിയ സർവശക്തനാണ് അവിടുന്ന്. വെള്ളം കണ്ടുപിടിക്കാൻ നമ്മെ സഹായിച്ച ദൈവം ഇനിയും സഹായിക്കാൻ ശക്തനാണ്. ഒടുവിൽ ഉണ്ടായിരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ മുഴുവൻ തീർന്നു. അവർ കൂടാരവും പാത്രങ്ങളും വൃത്തിയാക്കി രാത്രിയിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ കൂടാരത്തിന് വെളിയിലിറങ്ങി അവർ വിസ്മയിച്ചു. ചെറിയ അപ്പത്തിന്റെ വലിപ്പത്തിൽ എന്തോ ഒന്ന് മുറ്റത്ത് ചിതറിക്കിടക്കുന്നു. വെള്ള നിറം. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. കുട്ടികൾ അത്ഭുതപ്പെട്ടു. അവർ മെല്ലെ തൊട്ടുനോക്കി, പതുക്കെ വായിലിട്ടു, രുചിച്ചു നോക്കി. എന്തൊരു സ്വാദ്! അതായിരുന്നു രുചികരമായ മന്ന. എന്താണിത്? ജനം മോശയോട് ആരാഞ്ഞു. ദൈവം നമുക്ക് നൽകിയ അപ്പമാണിത്, മോശെ മറുപടി പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുള്ള അത്രയും എടുത്തുകൊള്ളുക, നാളത്തേക്കുള്ളത് എടുക്കരുത്. ജനം അപ്രകാരം ചെയ്തു. അടുത്ത ദിവസം വീണ്ടും മന്ന ലഭിച്ചു. അതിനടുത്ത ദിവസവും ധാരാളമായി ദൈവം നൽകി.